മുല്ലപ്പള്ളി രാമചന്ദ്രൻ കോൺഗ്രസിൻ്റെ മുൻ സംസ്ഥാന അധ്യക്ഷനൊക്കെയായ വളരെ പ്രധാനപ്പെട്ട പോസ്റ്റുകളൊക്കെ വഹിച്ചിരുന്ന മുല്ലപ്പള്ളി രാമചന്ദ്രൻ അദ്ദേഹം മത്സരിക്കാൻ തയ്യാറെടുക്കുന്നു എന്ന വാർത്ത, വിശേഷിച്ച് നാദാപുരം പോലെ ഒരു മണ്ഡലത്തിൽ മത്സരിക്കാൻ തയ്യാറെടുക്കുന്നു എന്നൊരു വാർത്ത കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. പക്ഷേ ഇപ്പോൾ കാണാൻ സാധിക്കുന്ന ഒരു കാര്യം, മുല്ലപ്പള്ളിക്ക് അധികാരക്കൊതി മാറിയില്ലേ എന്നൊക്കെ പറഞ്ഞ് അതിരൂക്ഷമായ സൈബർ ആക്രമണം നടക്കുന്നുണ്ട്. ഒപ്പം നാദാപുരത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ വശങ്ങളിലൊക്കെ പോസ്റ്ററുകളൊക്കെ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. എന്താണ് സംഭവിക്കുന്നതെന്നാണ് നമുക്കിനി മനസ്സിലാക്കേണ്ടത്. അനഘ ചേരുന്നുണ്ട് വിശദാംശങ്ങൾ നൽകാനായി. അനഘ, ഇതെന്താ ഈ കഥ? മുല്ലപ്പള്ളി മത്സരിക്കും എന്ന് തീരുമാനമെടുക്കുമ്പോൾ അതിനോട് ആർക്കാണ് ഇത്ര വിഷമം വരുന്നത്? ശ്യാം, KPCC മുൻ അധ്യക്ഷനായിട്ടുള്ള മുല്ലപ്പള്ളി രാമചന്ദ്രൻ മത്സരിക്കുമെന്നൊരു സൂചന പുറത്തു വന്നതിന് പിന്നാലെയാണ് നാദാപുരത്തെ വിവിധയിടങ്ങളിൽ മുല്ലപ്പള്ളി രാമചന്ദ്രനെതിരെ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. സേവ് കോൺഗ്രസ് എന്ന പേരിലാണ് ഈ പോസ്റ്ററുകൾ പതിച്ചിരിക്കുന്നത്. ഈ പോസ്റ്ററുകളിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, മുല്ലപ്പള്ളി രാമചന്ദ്രന് 80 വയസ്സായി, ഇനിയും അധികാരക്കൊതി മാറിയിട്ടില്ലേ എന്നുള്ള ചോദ്യമാണ് ഈ പോസ്റ്ററിൽ ഉടനീളം ചോദിക്കുന്നത്. നാദാപുരത്തെ 7ഓളം ഇടങ്ങളിലാണ് ഇത്തരത്തിൽ പോസ്റ്ററുകൾ പതിച്ചിരിക്കുന്നത്. നാദാപുരം, പാറക്കടവ്, വാണിമേൽ, അതുപോലെ തൂണേരി, കല്ലാച്ചി, നാദാപുരം ടൗൺ എന്നിവിടങ്ങളിലാണ് ഇത്തരത്തിൽ പോസ്റ്ററുകൾ പതിച്ചിരിക്കുന്നത്. 7 തവണ MP ആയിട്ടുണ്ട്, 2 തവണ കേന്ദ്രമന്ത്രിയായിട്ടുണ്ട്, KPCC പ്രസിഡന്റ് ആയിട്ടുണ്ട്. ഇങ്ങനെ എല്ലാ പദവിയിലും ഇരുന്ന ആളാണ്. ഇപ്പോൾ 80 വയസ്സായി, എന്നിട്ടും അധികാരക്കൊതി തീർന്നില്ലേ എന്നാണ് എല്ലാ പോസ്റ്ററുകളിലും ചോദിക്കുന്നത്. മറ്റൊന്ന്, ഏതെങ്കിലും തരത്തിൽ മുല്ലപ്പള്ളി രാമചന്ദ്രൻ നാദാപുരത്ത് മത്സരിക്കുകയാണെങ്കിൽ എല്ലാ രീതിയിലും തോൽപ്പിക്കും, അതായത് ഒരു രീതിയിലും പരിഗണിക്കില്ല, കൃത്യമായി ഏറ്റവും നല്ല രീതിയിൽ തന്നെ തോൽപ്പിക്കുമെന്നാണ് ഈ പോസ്റ്ററുകളിൽ പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും ഈ പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടതോടുകൂടി കോൺഗ്രസ് നേതൃത്വത്തിന് വലിയ തലവേദന ഉണ്ടാവുകയാണ് ചെയ്തിരിക്കുന്നത്. കാരണം ഇത്തരത്തിൽ കോൺഗ്രസിലെ പല നേതാക്കളും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള ഒരു നീക്കം നടത്തുന്നുണ്ട്. ആ നീക്കത്തിന് പിന്നാലെയാണ് ഇത്തരത്തിൽ മുല്ലപ്പള്ളി രാമചന്ദ്രനെ പോലുള്ള തലമുതിർന്ന കോൺഗ്രസ് നേതാവിനെതിരെ പോലും പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെടുന്ന സാഹചര്യം അണികൾക്കിടയിൽ നിന്ന് തന്നെ ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. കോൺഗ്രസിലെ ഒരു വിഭാഗം തന്നെയാണ് ഈ പോസ്റ്ററുകൾ പതിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് നാദാപുരത്തെ പ്രാദേശിക കോൺഗ്രസ് നേതൃത്വത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഈ പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടത് നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സാഹചര്യത്തിലൊക്കെ തന്നെ കോൺഗ്രസിന് വലിയ വെല്ലുവിളിയും തലവേദനയും ആവുകയാണ്. ശ്യാം, എന്തായാലും ഇതിനെതിരെ വന്ന ഒരു കമൻറ്റാണ്, ദയവ് ചെയ്ത് കോൺഗ്രസ് 70-75 വയസ്സ് കഴിഞ്ഞ മുതുക്കിളവന്മാരെ ഒന്ന് മാറ്റി നിർത്തി പുതുതലമുറയ്ക്ക് സാഹചര്യം ഒരുക്കണം, അല്ലെങ്കിൽ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളുടെ അവസ്ഥ നിങ്ങൾക്ക് കേരളത്തിലും വരും. 80 കഴിഞ്ഞ മുല്ലപ്പള്ളിയെ ജനങ്ങളുടെ മേൽ കെട്ടിവെക്കാൻ ശ്രമിക്കുന്ന അങ്ങേയറ്റം അനീതിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, എന്തായാലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വളരെ അതിരൂക്ഷമായ സൈബർ ആക്രമണമാണ് മുല്ലപ്പള്ളിക്കെതിരെ ഇപ്പോൾ നടക്കുന്നത്.